ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ പാനൽ കട്ടാൻ ആർക്കലി ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ ഇഷ്ടമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊണ്ട് നല്ലൊരു ഫിറ്റിംഗ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്കൊരു സ്ലിം ആയിട്ട് തോന്നും. കുറേ കസ്റ്റമേഴ്സിന്റെ തെറ്റായിട്ടൊരു ധാരണയാണ് എ ലൈൻ അല്ലെങ്കിൽ ഒരു പാനൽ കട്ട് അനാർക്കലീസ് ഇടുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ വണ്ണം കൂടുതൽ തോന്നുക എന്നുള്ളത്. അനാർക്കലിയുടെ ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത് പല പാറ്റേൺസ് വരുന്നുണ്ട്. യോ കട്ടിങ് കൊടുത്തിട്ട് താഴേക്ക് പാനൽസ് വരുന്നുണ്ട്, ചിലത് നമുക്ക് മോളിൽ തൊട്ട് തന്നെ പാനൽസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് നമ്മൾ ഇപ്രാവശ്യം ഇത് ഓഫറിലേക്ക് കൊണ്ടുവന്നേക്കുവാണ്. നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലാണ് നമ്മൾ 1890, 1990, 1790 പല റേറ്റിലേക്ക് നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാം തന്നെ നമ്മൾ ടോട്ടൽ ഇപ്പോൾ 1350 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുക കേട്ടോ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാനൽ കട്ട് അനാർക്കലീസ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകൾ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക്. അപ്പം ഇതെല്ലാം വന്നേക്കുന്നത് പാനൽ കട്ട് അനാർക്കലീസ് ആയിട്ടാണ്. ഇതിപ്പോൾ യോ കട്ടിങ് കൊടുത്തിട്ട് താഴേക്കായിട്ടാണ് പാനൽസ് വന്നേക്കുന്നത്. മിറർ വർക്കിൻ്റെയും കട്ട് ബീഡ്സിൻ്റെയും ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ ദുപ്പട്ടയും ബോട്ടവും വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റുകളാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ടയ്ക്കകത്തേക്ക് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിന്റുകളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 1350 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഈ കൊണ്ടുവന്നേക്കുന്ന എല്ലാം തന്നെ നമ്മുടെ മീഡിയം സൈസാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സ്ലിറ്റഡും 3 പീസും 2 പീസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുർത്തി തന്നെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും തന്നെ സൈസ് വൈസ് നമ്മൾ അനാർക്കലി 3 പീസ് സെറ്റിൻ്റെ വീഡിയോസ് ഉണ്ടാകും. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു കൈൻഡ് ഓഫ് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നമ്മുടെ ഒരു അങ്കരംഗ പാറ്റേൺ വന്നിട്ട് താഴേക്കായിട്ടാണ് പാനൽസ് വരുന്നത്. അതിൻ്റെ ബോട്ടം വരുന്നത് ആ ഒരു സെയിം കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകൾ വരുന്ന രീതിയിലേക്കാണ്. അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റുകളാണ്. ഇങ്ങനെയാട്ടോ ദുപ്പട്ടയുടെ പ്രിന്റുകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് 1350 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഇങ്ങനെയാണ് വരുന്നത്. യോക്കിലേക്കായിട്ട് ചെറിയൊരു മിറർ വർക്കും കട്ട് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. അതിൻ്റെ ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് നല്ലൊരു ബ്ലോക്ക് പ്രിന്റ് വരുന്ന രീതിയിലേക്കാണ്. ഇതിനകത്തേക്ക് എല്ലാം മൊത്തം ഗ്രീൻ കളറിലേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. എല്ലാം തന്നെ നല്ല വീതിയും നല്ല നീളമുള്ള ദുപ്പട്ടാസാണ് ഇതിൻ്റെ എല്ലാം കൂടെ വരുന്നത്. എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ പ്രിന്റുകളും കൊണ്ട് ചെയ്തേക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ. മീഡിയം സൈസ് മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഈ മീഡിയംകാർക്ക് വേണമെങ്കിൽ ഇത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ബാക്കിലേക്ക് എലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് സെയിം കൈൻഡ് ഓഫ് പ്രിന്റുകൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് പ്രിന്റുകൾ വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡിലേക്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. 999 റേറ്റിലേക്കാണ് ഈ ഒരു 3 പീസ് സെറ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള റേറ്റിലേക്ക് അത് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ബോട്ടം വന്നേക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് എലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഫാബ്രിക്. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി വൈസും ഒക്കെ വെച്ചിട്ട് നമ്മളിതിൻ്റെ റേറ്റിനകത്തേക്ക് നമുക്ക് പല ടൈപ്പ് ഓഫ് റേറ്റുകളിലേക്ക് വന്നേക്കുന്ന പ്രൊഡക്റ്റുകളായിരുന്നു. ഇത് നമ്മൾ ഓൺലൈൻ ചെയ്തൊരു പ്രൊഡക്റ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് പ്രിന്റുകൾ വരുന്ന രീതിയിലേക്ക് ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു 6 കൈൻഡ് ഓഫ് പ്രിന്റുകളാണ്. ആഷ് ആൻഡ് ഒരു ബ്ലൂ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് നല്ലൊരു 6 കൈൻഡ് ഓഫ് പ്രിന്റുകളാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് പറഞ്ഞാൽ നമ്മളൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക്. ഇത് നമ്മൾ ഓൺലൈൻ ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ചില പീസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിലേക്ക് പോകും. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് ഒരു സെറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു സൈസൊക്കെ ചിലപ്പോൾ പോകാതെ നമ്മൾ പെട്ടെന്ന് ഷോപ്പിലെ സ്റ്റോക്ക് മാറ്റുന്നത് കൊണ്ട് നമുക്കത് എപ്പോഴും അങ്ങനെ ഒത്തിരി എണ്ണം ഇരിക്കുന്നത് നമുക്കൊരു താല്പര്യമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പുതിയ സ്റ്റോക്ക് കയറുന്നത് കൊണ്ടാണ് ഈ 1 സൈസൊക്കെ ആയിട്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഓൺലൈൻ ചെയ്യുന്നത് കേട്ടോ, ഓഫറിലേക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ മടക്കിയിട്ടുള്ളതൊക്കെ ആയിരുന്നു കുറേ എണ്ണത്തിൻ്റെ അകത്ത് കാണിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മീഡിയം സൈസിൻ്റെ അനാർക്കലിയുടെ കളക്ഷൻസ് വരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ സിംഗിൾ പീസസ് ഒക്കെ വെച്ചിട്ടേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ വെബ്സൈറ്റിനകത്ത് കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയെന്നാണ്.
അപ്പോൾ വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഒത്തിരി പ്രൊഡക്ട്സ്, ചിലതൊന്നും നമുക്ക് അത്രയും ഡിമാൻഡ് വരുന്ന ഉറപ്പുള്ള നമ്മൾ വീഡിയോസ് ചെയ്യാറില്ല, കാരണം അതിന് വേണ്ടിയിട്ട് മാത്രമേ ഇവിടെ നമുക്ക് ഒത്തിരി മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേക്ക് വന്നതൊക്കെ. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതല്ലാതെ തന്നെ നമ്മൾ സൈസ് വൈസ് ആയിട്ട് നമ്മൾ അനാർക്കലീസിൻ്റെ വീഡിയോസും നമ്മൾ ഓരോ ദിവസം വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും.